70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായുള്ള പോരാട്ടം മമ്മൂട്ടിയും കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയും തമ്മിൽ. വയനാട് ഉരുൾപൊട്ടലിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായവുമായി എത്തിയിരിക്കുകയാണ് നടൻ പ്രഭാസ്. 2 കോടി രൂപയാണ് താരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. നടൻ റിയാസ് ഖാന്റെയും നടി ഉമാ റിയാസ് ഖാന്റെയും മൂത്ത മകൻ ഷാരിഖ് ഹസൻ വിവാഹിതനാകുന്നു. മരിയ ജെനിഫർ ആണ് വധു. ഭരതനാട്യത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായുള്ള പോരാട്ടം മമ്മൂട്ടിയും കന്നഡ സൂപ്പർ താരമായ ഋഷഭ് ഷെട്ടിയും തമ്മിലാണ്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് എന്നീ സിനിമകൾക്കാണ് മമ്മൂട്ടിയുടെ പേര് പരിഗണനയിലുള്ളത്. കാന്താരയിലെ അഭിനയമാണ് ഋഷഭ് ഷെട്ടിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് കാരണം. മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് മികച്ച നടനുള്ള മത്സരത്തിൽ അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായവുമായി നടൻ പ്രഭാസ് എത്തിയിരിക്കുകയാണ്. 2 കോടി രൂപയാണ് താരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവരും കേരളത്തിനൊപ്പം നിലകൊള്ളണമെന്നും പ്രഭാസ് പറഞ്ഞു. നേരത്തെ പ്രളയകാലത്തും കേരളത്തിന് പ്രഭാസ് സാമ്പത്തിക പിന്തുണ നൽകിയിരുന്നു. തെലുങ്ക് സിനിമയിൽ നിന്ന് നിരവധി താരങ്ങളാണ് ഇതിനോടകം വയനാടിന് സഹായവുമായി എത്തിയത്. ചിരഞ്ജീവിയും രാംചരണും ചേർന്ന് 1 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അല്ലു അർജുൻ 25 ലക്ഷം രൂപയും നൽകി. കൂടാതെ തമിഴ് സിനിമയിൽ നിന്നും നിരവധി പേർ സഹായവുമായി എത്തിയിരുന്നു. കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. നടന്മാരായ കമൽ ഹാസൻ, വിക്രം എന്നിവർ 20 ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന 10 ലക്ഷം രൂപയും നൽകി. നടൻ റിയാസ് ഖാന്റെയും നടി ഉമാ റിയാസ് ഖാന്റെയും മൂത്ത മകൻ ഷാരിഖ് ഹസൻ വിവാഹിതനാകുന്നു. മരിയ ജെനിഫർ ആണ് വധു. ഓഗസ്റ്റ് 8-നാണ് വിവാഹം നടക്കുക. ഷാരിഖും മരിയയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. ഇപ്പോഴിതാ ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കിയിരിക്കുകയാണ് റിയാസ് ഖാനും ഉമയും ബന്ധുക്കളും. ചടങ്ങിൽ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഡാൻസും പാട്ടുമായി ചടങ്ങ് ആഘോഷമാക്കുന്ന കുടുംബത്തെ വീഡിയോയിൽ കാണാം. വൈറലായ അടിച്ചുകയറി വാ എന്ന ഹിറ്റ് ഡയലോഗ് ഉൾപ്പെടുത്തിയ റാപ്പ് ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. നിരവധി ആരാധകരാണ് ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും കമന്റുമായി എത്തുന്നത്. താരങ്ങളും സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എത്തുന്നുണ്ട്. നടനും തമിഴ് ബിഗ് ബോസ് താരവുമായ ഷാരിഖിന്റെ പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. വിവാഹാഘോഷങ്ങളുടെ വീഡിയോ ഒന്ന് കാണാം. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ വക. എന്റെ മോന്റെ ഷാരിഖിന്റെ കല്യാണമാണ്. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. കൗതുകം ജനിപ്പിക്കുന്ന പോസ്റ്ററുമായി എത്തിയിരിക്കുകയാണ് ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ ടീം. ഒരിടത്തരം കുടുംബത്തിലെ കാരണവർ എന്ന് കരുതാവുന്ന ഒരു കഥാപാത്രം. പത്രം വായിക്കുന്നതും ചുറ്റുമുള്ളവർ അത് കൗതുകത്തോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്നതുമാണ് പോസ്റ്ററിന്റെ ഉള്ളടക്കം. നടൻ സായ്കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണിത്. ഒരു തികഞ്ഞ കുടുംബ ചിത്രത്തെയാണ് ഈ പോസ്റ്റർ ചൂണ്ടിക്കാട്ടുന്നത്. നവാഗതനായ കൃഷ്ണദാസ് മുരളിയാണ് ഈ ചിത്രം തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത്. തോമസ് തിരുവല്ല ഫിലിംസ് ഇൻ അസോസിയേഷൻ വിത്ത് സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലിനി മറിയം ഡേവിഡ്, അനുപമ നമ്പ്യാർ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സായ്കുമാർ, കലാരഞ്ജിനി, മണികണ്ഠൻ പട്ടാമ്പി എന്നിവരും പ്രധാന താരങ്ങളാണ്. മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് സാമുവൽ എബിയാണ് സംഗീതം പകരുന്നത്. ഓഗസ്റ്റ് 23-നാണ് ചിത്രം പ്രദർശനത്തിനെത്തുക.